പെഹൽഗാം ഭീകരാക്രമണത്തിന് മാത്രമല്ല 2008 മുംബൈ ഭീകരാക്രമണം മുതൽ ഇങ്ങോട്ട് ഇന്ത്യ നേരിട്ട എല്ലാ തിരിച്ചടികൾക്കും രാജ്യം നമ്മുടെ സൈന്യം ഇന്ന് മറുപടി നൽകിയിരിക്കുകയാണ്. നമുക്ക് ആ 9 ടാർഗറ്റ് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള ക്യാമ്പ്. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇത് രാജ്യാന്തര LOCയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ്. ഇവിടെയാണ് റഫാൽ വിമാനങ്ങൾ എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാർ ആകുന്നു എന്നുള്ളതിന് ഉത്തരമാണ് ഈ മർക്കസ് സുബാനുള്ള പോയിന്റ്. മുഹമ്മദ് അസർ ജെയ്ഷെ മുഹമ്മദിന്റെ ബേസ് ക്യാമ്പാണ്, ആസ്ഥാനമാണ്. റിക്രൂട്ട്മെന്റ് മുതൽ അവർക്ക് പരിശീലനം നൽകുന്നത് ഈ മർക്കസ് സുബാനുള്ള ക്യാമ്പിലാണ്. ഇത് ഇന്ത്യയുടെ മറുപടിയാണ്, മുന്നറിയിപ്പാണ്, മുഹമ്മദ് അസൂറിനുള്ള മുന്നറിയിപ്പാണ്. ഇനി രണ്ടാമത്തെ ടാർഗറ്റ് പോയിന്റിലേക്ക് വന്നാൽ അതും ഏറെ ശ്രദ്ധിക്കേണ്ട ടാർഗറ്റ് പോയിന്റ് ആണ്. അത് മർക്കസ് തൈബയാണ്, മുറിഡ്കയിലെ മർക്കസ് തൈബ. ആദ്യത്തേത് ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നെങ്കിൽ മുറിഡ്കയിൽ അത് ലഷ്കർ-എ തൈബയ്ക്കുള്ള മുന്നറിയിപ്പാണ്. 18 മുതൽ 25 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് LOCയിൽ നിന്ന് ഈ മർക്കസ് തൈബ എന്ന് പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, 2008 മുംബൈ ഭീകരാക്രമണം നമ്മുടെ 166 മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത്. അന്ന് അജ്മൽ കസബിനും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പരിശീലനം നൽകിയത് ഈ മർക്കസ് തൈബ ക്യാമ്പിൽ വെച്ചായിരുന്നു. ഇനി പാകിസ്ഥാനിലെ മൂന്നാമത്തെ ടാർഗറ്റ് പോയിന്റ് അത് സിയാൽകോട്ടിലെ മെഹ്മൂന ക്യാമ്പാണ്. അതിർത്തിയിൽ നിന്ന് LOCയിൽ നിന്ന് 18 മുതൽ 20 കിലോമീറ്റർ ദൂരമുണ്ട്. ആദ്യത്തേത് ജെയ്ഷെ മുഹമ്മദ്, രണ്ടാമത്തേത് ലഷ്കർ-എ തൈബയാണെങ്കിൽ ഇത് ഹിസ്ബുൾ മുജാഹിദിന്റെ ബേസ് ക്യാമ്പാണ്. ജമ്മു കശ്മീരിലെ കത്വ ക്ഷേത്രത്തിൽ ആക്രമണം, അതോടൊപ്പം തന്നെ പത്താൻകോട്ട് ആക്രമണം, ഈ 2 ആക്രമണങ്ങളുടെയും പ്ലാനിംഗ് നടന്നത് ഈ മെഹ്മൂന ജോയ ക്യാമ്പിൽ വെച്ചായിരുന്നു. ഇനി പാക് മണ്ണിൽ ആക്രമിച്ച 4ാമത്തെ പോയിന്റ് അത് സിയാൽകോട്ടിലെ സർജിൽ ക്യാമ്പാണ്. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണിത്. ഈ സിയാൽകോട്ടിലെ ഈ സർജിൽ ക്യാമ്പ് എന്ന് പറയുന്നത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്യാമ്പാണ്. വെറും 6 കിലോമീറ്റർ ദൈർഘ്യം മാത്രമാണ് LOCയിൽ നിന്ന് ഈ സർജിൽ ക്യാമ്പിലേക്കുള്ളത്. 2015 മാർച്ചിൽ നമ്മുടെ ജമ്മു കശ്മീരിലെ 4 ജവാന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അവരെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതിനുള്ള പരിശീലനം നൽകിയത് ഈ സർജിൽ ക്യാമ്പിൽ വെച്ചായിരുന്നു. ഇനി നമുക്ക് പാക് അധീന കശ്മീർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അത് നമ്മുടെ ഭാഗമാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതാണ്, നമ്മുടെ സ്ഥലം തന്നെയാണത്. പാക് അധീന കശ്മീരിലെ ആദ്യത്തെ ടാർഗറ്റ് പോയിന്റ് അത് കോട്ലിയിലെ അബ്ബാസ് ക്യാമ്പാണ്. ലഷ്കർ-എ തോയ്ബയുടെ പരിശീലന കേന്ദ്രമാണ്. ഒരേ സമയം 15 തീവ്രവാദികൾക്കാണ് ഈ കോട്ലി അബ്ബാസ് ക്യാമ്പിൽ പരിശീലനം നൽകിയതെന്നാണ് ഇന്ത്യൻ സൈന്യം ഇന്ന് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി പാക് അധീന കശ്മീരിലെ രണ്ടാമത്തെ ടാർഗറ്റും എന്ന് പറയുന്നത് അത് ഭിംബേറിലെ ബർനാല ക്യാമ്പാണ്. ബർനാല ക്യാമ്പ് എന്ന് പറയുന്നത് വെറും 9 കിലോമീറ്റർ ദൈർഘ്യമാണ് LOCയിൽ നിന്നുള്ളത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭീകരർക്ക് IED പരിശീലനം ഒക്കെ നൽകിയിരുന്നത് ഈ ഭിംബേറിലെ ഈ ക്യാമ്പിൽ വെച്ചാണ്. കൃത്യമായ കണക്കുകൾ വരികയാണ്. ബഹാവൽപൂർ, മുറിഡ്കെ, സർജാൽ, അതോടൊപ്പം തന്നെ മെഹ്മൂന, ഈ 4 ഭാഗങ്ങളിലാണ് പാകിസ്ഥാൻ മണ്ണിൽ കയറി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. പാക് അധീന കശ്മീരിലെ അടുത്ത ടാർഗറ്റ് പോയിന്റ് അത് കോട്ലിയിലെ ഗുൽപൂർ ക്യാമ്പാണ്. നമ്മുടെ നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇത് ലഷ്കർ-എ തോയ്ബയുടെ ആസ്ഥാനമാണ്. നമുക്കറിയാം പാക് പ്രകോപനം പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. രജൌരി, പൂഞ്ച് അതിർത്തി മേഖലകളിൽ അവിടെ തീർത്ഥാടകർക്ക് നേരെ ആക്രമണം ഉണ്ടായതിന്റെ പരിശീലനം നൽകിയത് അത് ഈ കോട്ലിയിലെ ഈ ഗുൽപൂർ ക്യാമ്പിൽ വെച്ചാണ് എന്നാണ് ഇന്ന് സൈന്യം വിശദീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്യാമ്പ് എന്ന് പറയുന്നത് അത് മുസഫറാബാദിലെ ബിലാൽ ക്യാമ്പാണ്. LOCയിൽ നിന്ന് 20 കിലോമീറ്റർ ദൈർഘ്യം. ജെയ്ഷെ മുഹമ്മദിന്റെ സ്റ്റേജിംഗ് ഏരിയ എന്നാണ് ഇന്ത്യൻ സൈന്യം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പിനെ ആയുധ പരിശീലന കേന്ദ്രമാണ്. കൃത്യമായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അവർക്ക് കൃത്യമായ പരിശീലനം നൽകി ഇന്ത്യൻ മണ്ണിൽ കയറി സാധാരണക്കാരായ നിരായുധരായ മനുഷ്യരെ കൊല്ലാൻ സഹായിച്ച ക്യാമ്പുകൾ, ആ ഭീകരവാദികൾക്ക് നേരെയാണ് ഇന്ന് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്.